ഡേവിഡിൻ്റെ സാക്ഷ്യം. എനിക്ക് തോന്നുന്നത് തൃശ്ശൂരാണ്, പക്ഷെ അവർ താമസിക്കുന്നത് ചെന്നൈയിലാണ്. ഇവരുടെ വിഷയമെന്ന് കേട്ട് ഇവർ 4 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവർ പ്രഗ്നൻ്റ് ആകുന്നത്. ആ സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കാം, അതിൽ യൂട്യൂബിലുണ്ടത്. അപ്പോൾ 4 വർഷം കാത്തിരുന്നിട്ടാണ് ഒരു കുഞ്ഞിനെ കിട്ടിയത്. പക്ഷേ 3-ാം മാസത്തിൽ സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞ് ഡൗൺ സിൻഡ്രോമാണ്, പോസിറ്റീവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ദബുദ്ധി, പല അംഗവൈകല്യങ്ങളുള്ള കൊച്ചാൻ. ഇത് 2 ഡോക്ടർമാർ കൺസൾട്ട് ചെയ്തിട്ടാണ് ഇവരെ വിളിപ്പിച്ചിട്ട് ഡോക്ടർ പറയും ഇതിനെ ടെർമിനേറ്റ് ചെയ്യാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അബോർഷൻ നടത്താൻ പറയും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കിത് കുരിശായിരിക്കും. പക്ഷേ ഇവർ പറയുന്നൊരു വാക്കുണ്ട്, ഡോക്ടറെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് ഇവർ പറയുന്നതറിയാമോ? എൻ്റെ ദൈവം അംഗവൈകല്യമില്ലാത്ത ദൈവമാണ്, അവനാണ് ഈ കുഞ്ഞിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അവനെപ്പോലെ ഈ കുഞ്ഞും അംഗവൈകല്യം ഉണ്ടാകത്തില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കണമെന്ന് കൈ എട്ടിച്ച് കർത്താവിനെ സ്തുതിക്കുക. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് എന്ത് തോന്നണ്? അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, വേറെ ഇല്ലേ? അവരെ അവിടെ മാതാപിതാക്കന്മാർ പൊന്നുപോലെ സൂക്ഷിക്കുകയും വളർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓട്ടിസം ബാധിച്ച എത്രയോ മക്കളിവിടെ വരണത്. അപ്പോൾ അവിടെ മാതാപിതാക്കന്മാരെ ദൈവം എന്തുമാത്രം വിശ്വസിച്ചിട്ടാണ് ആ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ആ കുഞ്ഞുങ്ങളിലൂടെ ആയിരിക്കും അവിടെ നിത്യത ഏറ്റവും കൂടുതൽ ഉറപ്പ് വരുന്നത്. ക്രിസ്ത്യാനിയെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ലഭിക്കാവുന്ന വിശ്വാസത്തിനെക്കുറിച്ച് ആന്തരികമായ അഭിഷേകജ്ഞാനമുള്ളവർക്ക് മനസ്സിലാകും, നമുക്ക് ദൈവത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നിത്യതയാണ്. നിത്യതയേക്കാൾ കുറഞ്ഞ് ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു വിശ്വാസിക്ക് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. കാര്യം എന്താണ്? ഈ വെള്ളം കുടിക്കണതിനൊക്കെ ഇനിയും ദാഹിക്കും. കർത്താവ് 5 ഭർത്താക്കന്മാരുണ്ടായ സ്ത്രീയോട് പറഞ്ഞില്ലേ, 4:13 യോഹന്നാൻ്റെ സുവിശേഷം എന്താ പറയണത്? ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. അപ്പോഴേ ഈ ലോകത്തിൻ്റെ ശരീര സംബന്ധമായ വീട്, ജോലി, വിവാഹം, മക്കൾ, അതുപോലെ തന്നെയുള്ള ശരീരത്തെ ബന്ധപ്പെട്ട എന്ത് കിട്ടിയാലും വീണ്ടും നമുക്ക് കിട്ടാത്ത പോലെ തോന്നുമെന്നാണ് ഈശോ പറയണത്. കിട്ടിയാലും കിട്ടാത്ത പോലെ തോന്നും. അപ്പോൾ കിട്ടിയത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അൾട്ടിമേറ്റ് എയിം ഇല്ല. അത് വിശ്വാസിയാണ് മനസ്സിൽ. പക്ഷേ അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ ഈ ഷീജ ഇങ്ങനെ ഈ അഞ്ജന ഡേവിഡ് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞില്ലേ, എൻ്റെ ദൈവം അംഗവൈകല്യമില്ലാത്ത ദൈവമാണ്, അതുകൊണ്ട് അവൻ സൃഷ്ടിക്കുന്നതും അംഗവൈകല്യമില്ലാത്തതായിരിക്കും. ഞങ്ങൾ സൃഷ്ടിച്ചെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവൻ സൃഷ്ടിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം? ഇതൊരു വിശ്വാസത്തിൻ്റെ വിഷയമാണ്. വിശ്വാസം ഏറ്റു പറയാനുള്ളതാണ്. നമ്മൾ വിശ്വാസത്തെ വളരണത് എങ്ങനെയാണ്? ഇവരെന്താ ചെയ്തിരിക്കണത്? ഇവരുടെ സ്കാൻ ചെയ്തപ്പോൾ ഈ കുഞ്ഞിന് പല അവയവങ്ങളും ഇല്ല എന്നുള്ളത് മനസ്സിലായി. കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ട്, തലതിരിയത്തില്ല, പല പ്രശ്നങ്ങളാണ് ഈ അതിൻ്റെ കിടക്കുടക്ക് ഓരോ സ്കാനിങ്ങിനും വരണത്. അപ്പോഴൊക്കെ ഇവരിങ്ങനെ വിശ്വാസത്തിൽ നിൽക്കുകയാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസത്തെക്കുറിച്ച് സെൻറ്റ് പോള് ഏറ്റവും കൂടുതൽ വിശ്വാസത്തെ കൈകാര്യം ചെയ്ത ഒരു അപ്പോസ്റ്റലാണ് വിശുദ്ധ പൗലോസ്. അദ്ദേഹം പറയുന്നത് എന്താണ്? നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ. 4:20 റോമാലേഖനം 4:20 ഏറ്റു പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക. അപ്പം കേവല വിശ്വാസം നമുക്ക് കിട്ടും, പക്ഷെ നമ്മളെന്ത് ചെയ്യണം? വിശ്വാസത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. നമുക്ക് കേവല വിശ്വാസമാണ് കിട്ടുന്നത്, അല്ലേ? മാതാപിതാക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടും, വേദപാഠ ക്ലാസ്സിൽ നിന്ന് പകർന്നു കിട്ടും, ബൈബിൾ പഠനത്തിലൂടെയും പ്രസംഗത്തിലൂടെയും പകർന്നു കിട്ടും. ഇതെല്ലാം നമുക്ക് കിട്ടുന്നതും. പക്ഷേ ഈ വിശ്വാസത്തെ നമ്മൾ, ഈ കേവല വിശ്വാസത്തെ
പവേഡായിട്ടുള്ള ഫെയ്ത്താക്കി കൺവേർട്ട് ചെയ്യണം. ശക്തി പ്രാപിച്ച വിശ്വാസം, അത് നമ്മുടെ കോൺട്രിബ്യൂഷനാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മളുടെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒന്നും ശരിക്കും ആക്ടിവേറ്റ് ചെയ്ത ഫെയ്ത്ത് അല്ല. പണ്ടെങ്ങോ വേദപാഠ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ട് അതുപോലെ കൊണ്ടുനടക്കുകയാണ്. വിശ്വാസം പ്രഖ്യാപിച്ചിട്ടില്ല. വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴല്ലേ ദൈവം മഹത്വപ്പെടത്തുള്ളൂ. ഇപ്പോൾ അഞ്ജന ഡേവിഡ് എന്താ ചെയ്തിരിക്കണത്? ഈ അംഗവൈകല്യമുള്ള കുഞ്ഞിനെ ഗർഭത്തിൽ ഇട്ടുകൊണ്ട് അവൾ പറയണത് എന്താണ്? എൻ്റെ ദൈവം അംഗവൈകല്യമില്ലാത്ത ദൈവമാണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് എന്താ സംഭവിക്കണത്? അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? അവർ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കും. വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുന്നത് നിൻ്റെ സഹനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. എന്നിട്ട് പറഞ്ഞ് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുന്നത് എൻ്റെ സഹനത്തിലെ ദൈവത്തെ ദൈവ തിരുമനസ് തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുന്നതിലൂടെയാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഞാൻ കടന്നു പോകുന്ന ഇന്നത്തെ ദുരിതങ്ങളെ ദൈവനാമത്തിലെ ഏറ്റെടുത്തിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുവാൻ, വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമുക്ക് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി ബൈബിൾ പഠിക്കുകയാണ്. പക്ഷേ ബൈബിൾ പഠിക്കണത് എന്തിനാണ്? നമുക്ക് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയാണോ? ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിയാണോ? അല്ല. നമ്മൾ ബൈബിൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം ജീവിതത്തോട് ചേർത്ത് വെച്ച് പഠിക്കുക. ഈ ജീവിതത്തിലൂടെ ഏത് വചനമാണ് കർത്താവ് എന്നോട് പറയണത്? അല്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ മുൾക്കീടവും കുരിശും തിരുവിരാവിലെ മുറിവും കർത്താവിൻ്റെ സഹനങ്ങളുടെ ഒരു ഷെയർ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഈ കുരിശിനെ കൃപയാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ വളരണത്? അത് അങ്ങനെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പഠിക്കണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ അന്നു വേണ്ട ആഹാരം പോലെ തന്നിട്ടുള്ള ദൈവഹിതമാകുന്ന അനുദിന ഭക്ഷണങ്ങളെ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴ് നമ്മൾ വായിച്ച് കേട്ട വചനം ഏതാണ്? റോമൻ 4:20. എന്താ വചനം? എന്ന് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുവേൻ, ശക്തിപ്പെടുവേൻ. അപ്പോൾ എന്നെ പ്രോബ്ലം കഴിഞ്ഞാലേ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ നമുക്കെന്ത് സംഭവിക്കും? വിശ്വാസത്തെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു പോകും. വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യണം. കാര്യം നമ്മൾക്കുള്ള പ്രോബ്ലം ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതായത് നമ്മളുടെ ഫെയ്ത്ത് ക്രൊണോളജിക്കൽ ഫെയ്ത്താണ്. സാധാരണ നമുക്ക് 18 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സുണ്ടെങ്കിൽ 50 വയസ്സിൻ്റെ വിശ്വാസമാണ് നമുക്കുള്ളത്. ചിലപ്പോൾ 50 വയസ്സിൻ്റെ വിശ്വാസം കാണത്തില്ല. വിശ്വാസത്തെ വർക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ 50 വയസ്സുള്ള വിശ്വാസം കാണത്തില്ല. 50 വയസ്സ് ഉണ്ടാകാം, ചിലപ്പോൾ 30 വയസ്സിൻ്റെ 20 വയസ്സിൻ്റെ വിശ്വാസം ഉണ്ടാകും. അതെന്നുവെച്ചാൽ ക്രോണോളജിക്കൽ ഇയറിനേക്കാൾ താഴ്ന്നു വരും. എന്നുവെച്ചാൽ വണ്ടിയുടെ പുറകിൽ കൊണ്ടുവന്ന് കുതിരയെ കെട്ടണ പോലെ ഇരിക്കും. അതുകൊണ്ടാണ് മൂവ് ചെയ്യാത്തത്. എപ്പോഴും വണ്ടി, ഈ ജീവിതമാകുന്ന വണ്ടി വിശ്വാസം വലിച്ചുകൊണ്ട് പോകണം. അതിന് വിശ്വാസം വയസ്സിനേക്കാൾ കൂടിയ വിശ്വാസം ഉണ്ടാകണം. ഇത് വലിയ പ്രശ്നമാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ കർത്താവേ, എൻ്റെ പ്രായത്തിൽ കവിഞ്ഞ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ പ്രായത്തിൽ കവിഞ്ഞ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഈ പ്രായത്തിൽ കവിഞ്ഞ വിശ്വാസം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടി വരും. എന്തിന്? എങ്ങനെ മഹത്വപ്പെടുത്തണം? നമ്മൾക്ക് ദൈവഹിതപ്രകാരമുള്ള
എന്തെങ്കിലും ഒരു ദുഃഖവും ദുരിതമോ അരിഷ്ടവും ജീവിതത്തിൻ്റെ ഭാഗമായാൽ അത് നമ്മൾ വിഴുങ്ങാതെ മറിച്ച് ആ സമയത്ത് അത് വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മനസ്സിനോട് യോജിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അല്ലാതെ അതിന് കരഞ്ഞു കൂവി ആപ്പാട് സങ്കടപ്പെട്ട് നടക്കരുത്. കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും നിൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടാനുള്ള ഒരു വകുപ്പാണത്. നിൻ്റെ സന്തോഷത്തിൽ ഇടപെട്ടിട്ട് ദൈവത്തിന് കൃപ ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. നോട്ട് ദ പോയിൻറ്റ്. ശ്രദ്ധിക്കുക, നിൻ്റെ സന്തോഷത്തിൽ ഇടപെട്ടുകൊണ്ട് നിനക്ക് ഒരു വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തിന് എളുപ്പം നിൻ്റെ സങ്കടങ്ങളിൽ ഇടപെട്ടിട്ട് നിൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് സന്തോഷവും സങ്കടവും. ഇപ്പം നീ ഒരു സന്തോഷമായിട്ട് പോവുകയാണ്, ഒരു കുഴപ്പമില്ല വെച്ചാൽ ഭംഗിയായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഒക്കെയാണ് വെച്ചാൽ കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഞാൻ പറയും നീ പോക്കാണെന്ന് പറയും. എന്താ കാര്യം? ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടില്ല. വിശ്വാസം വളർത്താൻ വേണ്ടി ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടില്ല. നിനക്ക് ക്ലാസ് കയറ്റമില്ല. പണ്ടത്തെ ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഭക്ഷണം കിട്ടും, അത്യാവശ്യം ജോലിയുണ്ട്, അത്യാവശ്യം സന്തോഷമായിട്ടൊക്കെ അങ്ങനെ പോകണേ. ഇതുകൊണ്ട് നിത്യതയ്ക്കൊരു പ്രയോജനമില്ല. നീ ചാകുന്നു, തീരുന്നു, എല്ലാം തീർന്നോ. യേശുക്രിസ്തുവിനെ നീ സ്വീകരിച്ചിട്ടും നിനക്ക് നിത്യതയ്ക്ക് വൃത്തിയും മെനയുള്ളൊരു നിത്യത കിട്ടിയില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താ? എങ്ങനെയെങ്കിലും നിത്യത കിട്ടിയാൽ മതിയോ? എങ്ങനെയെങ്കിലും നിത്യത കിട്ടിയാൽ പോരാ. അതെന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15:41 ഒന്ന് വായിച്ച് ഒന്ന് പറഞ്ഞ്, സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. തേജസ് മാറ്റം കണ്ടില്ലേ? സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്. ഏറ്റു പറഞ്ഞേ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് ഒന്ന്. അപ്പൊ തേജസ്സാണ് പ്രോബ്ലം, മഹത്വമാണ് പ്രശ്നം. കണ്ടില്ലേ? ഇനി അടുത്ത വായിക്ക്. സൂര്യന്റെ തേജസ് ഒന്ന്, സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറെ ഒന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ്. ദാറ്റ്സ് ദ പോയിന്റ്. എന്താണ്? ഒന്ന് പറഞ്ഞേ. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. മരിച്ചവരുടെ പുനരുത്ഥാനവും. മനസ്സിലായില്ലേ? മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും തേജസ് മാറ്റം ഉണ്ടെന്നർത്ഥം. നമ്മളൊക്കെ കർത്താവിൻ്റെ ഒരു കണക്കുകൂട്ടലല്ലേ. കർത്താവ് ഈ ചന്ദ്രനെ ഒന്നും കണക്കാക്കണില്ല. മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് സൽപ്രവൃത്തിയൊക്കെ ചെയ്ത് ഇവരെ കേടുകൂടാതെയൊക്കെ പോകുന്ന ഈ സാധാരണ ഒരു പാസ് മാർക്കില്ലേ, അതൊന്നും കർത്താവ് ഈ ചന്ദ്രനെയൊക്കെ കൂട്ടുന്നത് സെൻറ്റ് പോളാണ്. കർത്താവിൻ്റെ കണക്കിൽ ചന്ദ്രനൊന്നും ഇല്ല. കർത്താവ് എന്താ പറയണത്? 13:43 യോഹന്നാൻ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 13:43 പറഞ്ഞോളൂ, ശ്രദ്ധിക്കട്ടെ. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. സൂര്യനെ പോലെ. അപ്പൊ ചന്ദ്രനും നക്ഷത്രമൊക്കെ പോയി, മൈൻഡ് ചെയ്യണില്ല. ഈ ബേസിക് കൃപയുള്ളവരൊന്നും കർത്താവ് അവൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്ത കാരണം ഈ അയ്യോഭാവി ക്രിസ്ത്യാനികളൊന്നും ദൈവം കണക്കിലെടുക്കണില്ല. അത് സീരിയസ് വിഷയമാണ്. നിങ്ങൾ വിചാരിക്കരുത് എങ്ങനെയും തെമ്മാടിത്തരമായിട്ട് 5 ഭാര്യമാരെ 2 ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ 10 അബോർഷനൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അടിപിടിച്ച് പൊളിച്ച് ജീവിക്കാം, അവസാനം ഒരു കുമ്പസാരം നടത്തി കുറേ മോങ്ങി തേങ്ങി അവസാനം ചവപ്പെട്ടി പോകാമെന്ന് വിചാരിച്ചാൽ ഒറ്റ നടക്ക് പോകത്തില്ല. ഈ ആൾക്കാർക്കെല്ലാം വന്നിരിക്കുന്ന അബദ്ധം അതാണ്. അവസാനത്തെ മാനസാന്തത്തിന് വേണ്ടി ഇരിക്കുകയാണ്. അതാകുമ്പോൾ എല്ലാം ഒക്കത്തില്ല. നിങ്ങൾ ഈ വചനങ്ങൾ കൂട്ടി വായിക്കണം. സെൻറ്റ് പോൾ പറയണത്, സെൻറ്റ് പോൾ സൂര്യൻ്റെ കൂടെ പിന്നെ ഈ ബേസിക് കോഴ്സുകാരെ എടുക്കുന്നുണ്ട്. A+കാരല്ല, സെൻറ്റ് പോൾ എക്കാരെ എടുക്കുന്നുണ്ട്, B+ ഒക്കെ എടുക്കുന്നുണ്ട്. ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രം, അത് B+ ആണ്. ആ കേസ് കേട്ട് കൃപയിൽ B+ ആണ്. അതൊക്കെ സെൻറ്റ് പോൾ എടുക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് എടുക്കണില്ല. എന്താ കാര്യം? അവൻ്റെ വിശുദ്ധരത്വം ചിന്തിയിരിക്കുന്നതാണ്. അവൻ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മളെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഒരു കാര്യം വ്യക്തമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിങ്ങൾ 10 കാര്യം നമുക്കുണ്ടെന്ന് വിചാരിച്ചോ, ജീവിതത്തിൽ 2 കാര്യങ്ങളെങ്കിലും നടക്കാതെ വരണം. ദാറ്റ്സ് മൈ പോയിൻറ്റ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾക്ക് 10 കാര്യങ്ങൾ ജീവിതത്തിലുണ്ടെന്ന് വിചാരിച്ചോ, അച്ഛൻ പറയണത് നിങ്ങൾക്ക് ലാഭം 2 കാര്യങ്ങളെങ്കിലും നടക്കാതെ വരണതാണ്. ഇപ്പോഴേ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നടക്കാതെ വരുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? അത് വിൽ ഓഫ് ഗോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ?
10 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. ഭർത്താവിൻ്റെ ജോലി, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ, അങ്ങനെ പല കാര്യങ്ങൾ, നിങ്ങളുടെ രോഗം, 10 കാര്യങ്ങളുണ്ട്, വസ്തു വിൽപ്പന. പക്ഷേ ഇതിൽ 2 കാര്യങ്ങളെങ്കിലും, ഞാൻ 2 പറഞ്ഞാൽ നിങ്ങളെ പേടിച്ചിട്ട് പറയണതാണ്, നിങ്ങൾക്ക് അത്രയും വറച്ച പറക്കില്ല, അതുകൊണ്ടാണ് 2 കാര്യങ്ങളെങ്കിലും നടക്കാതെ വരണം. എന്താ കാര്യം? നമ്മുടെ ഇഷ്ടമല്ലല്ലോ അത്. കർത്താവിൻ്റെ കാര്യത്തിൽ ഇന്ന് ഈശോ മഹത്വരാജ്യനായി നിൽക്കണ എന്തുകൊണ്ടാണ്? അവൻ പ്രാർത്ഥിച്ച കാര്യം നടക്കാതിരുന്നതുകൊണ്ടല്ലേ. ഇന്ന് ഈശോ മഹത്വരാജ്യനായി നമ്മുടെ കൂടെ എഴുന്നള്ളിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ജനകോടികളും ജന്മാന്തരങ്ങളും അവൻ്റെ മുമ്പിൽ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വാഴ്ത്തുന്ന കാര്യം എന്താണ്? അവൻ പ്രാർത്ഥിച്ചത് നടക്കാതിരുന്നിട്ടാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? അവനെന്താ പ്രാർത്ഥിച്ചത്? പിതാവേ, സാധ്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോകണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. ആ ഒരൊറ്റ വാക്കിലാണ് കർത്താവ് രക്ഷപ്പെട്ടത്. ദാറ്റ് മീൻസ് പലപ്പോഴും ഓർക്കണം, നിങ്ങൾ സന്തോഷിക്കേണ്ടത് കിട്ടിയ കാര്യത്തെ ഓർത്തല്ല, കിട്ടാത്ത കാര്യങ്ങൾക്ക് ദൈവഹിതമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ എന്തെങ്കിലും കാര്യം എൻ്റെ മനസ്സിന് അനപേക്ഷണീയമായിട്ട് നടക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, അതിന്റെ പേരില് എനിക്ക് നിരാശ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അങ്ങയുടെ വചനം എനിക്ക് പ്രത്യാശ നൽകുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നടക്കാത്ത കാര്യങ്ങളെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. എന്റെ വിശ്വാസത്തില് 4:20 അനുസരിച്ചുകൊണ്ട് എന്നെ വിശ്വാസത്തില് ശക്തിപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. ജീവിതത്തിലെ ആഗ്രഹിച്ച കാര്യങ്ങള് നടക്കാതെ വരുമ്പോൾ അത് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അപ്പായുടെ ഹിതത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകയില്ല. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകയില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം റോമ 4:20 എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിലെ ശക്തി പ്രാപിക്കുവിൻ. എന്താ കാര്യം അങ്ങനെ പറയാൻ? വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ പറയാൻ കാരണം എന്താണ്? ഇറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി, ഏത് പറഞ്ഞ്? ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിലെ ശക്തി പ്രാപിക്കുക അല്ലേ? വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക എന്നാണ് ലക്ഷ്യം അല്ലേ? വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണം. നമ്മൾ എന്തിനാണ് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണത്? ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണം എന്തിനാണ്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. എന്താ കാര്യം? വിശ്വാസത്തിൽ എന്തിനാണ് ശക്തി പ്രാപിക്കുന്നത്? എന്തിനാണ് ശക്തി പ്രാപിക്കുന്നത്? വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രശ്നം. റോമ 4:16 എൻ്റെ ഉത്തരം കിടക്കുന്നത്. റോമൻ 4:16 എന്താ കാര്യം? എന്തിന്? ഇപ്പോൾ റോമ 4:20 അനുസരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവാൻ. എന്തിനാണ് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണത്? ഉള്ള വിശ്വാസം കൊണ്ടിരുന്നാൽ പോരെ? മനസ്സിലായില്ലേ? പണ്ട് കേസ പഠിക്കുന്ന കാലത്ത്, കുർബാന കേൾക്കലപ്പാടുന്ന കാലത്തൊക്കെ കിട്ടിയ വിശ്വാസം കൊണ്ടിരുന്നാൽ പോരെ? എന്തിനാണ് ശക്തി പ്രാപിക്കണത്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. മനസ്സിലായ? ചോദ്യം മനസ്സിലായില്ലേ? ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ വചനം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തിന് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണം? എന്താ കാരണം? കാരണം റോമൻ 4:16 എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? വായിച്ചോളൂ. ശ്രദ്ധിക്കട്ടെ. വാഗ്ദാനം നൽകപ്പെട്ടത് വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പിടികിട്ടിയില്ലേ? ദൈവത്തിന് നമുക്ക് ലഭിക്കുന്ന സംഭവം ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് കിട്ടണത് എന്താണ്?
വാഗ്ദാനമാണ് കിട്ടണത്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ പാലായാലും റൊട്ടി ആയാലും എന്തൊക്കെ IELTS പാസ്സാകുന്നതായാലും വസ്തു വിൽക്കുന്നതായാലും മക്കൾ ജനിക്കുന്നതായാലും വിവാഹം നടക്കുന്നതായാലും കോടികളുടെ കടം റെമിറ്റ് ചെയ്യണം, നിത്യജീവനായാലും ഇതെല്ലാം ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാഗ്ദാനത്തിൻ്റെ രൂപത്തിലാണ്. അത് ആണ് ഇതിൻ്റെ ടെക്നിക്ക്. 8852 വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഒന്നും രണ്ടും അല്ല, 8800. ഇപ്പം നിങ്ങൾ 8852 വാഗ്ദാനങ്ങൾ. അതിൽ വീടുണ്ട്, ലാൻഡുണ്ട്, നമ്മുടെ PR ഉണ്ട്, എല്ലാ സംഭവത്തിനുണ്ട്. നിങ്ങൾ സ്ഥലം വിൽപ്പനയുണ്ട്, വിറ്റ സ്ഥലത്ത് താമസിക്കലുണ്ട്, ക്യാൻസറിൻ്റെ സൗഖ്യമുണ്ട്, കരളിൻ്റെ സൗഖ്യമുണ്ട്, ശരീരത്തിൻ്റെ എല്ലാ സൗഖ്യങ്ങളുണ്ട്, നിത്യത വരെയുണ്ട്. നിത്യത ഇല്ലായിരുന്നു വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിൽ, നിത്യത ഇല്ലായിരുന്നു. നിത്യത കൂട്ടിച്ചേർത്തത് യേശുവാണ്. അതിനാണ് ഈശോ പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞത്. 8852 വാഗ്ദാനം ഉണ്ടെങ്കിലും ഈ വാഗ്ദാനത്തിൻ്റെ കൂട്ടത്തിൽ നിത്യത വാഗ്ദാനം ചെയ്തിട്ടില്ലായിരുന്നു. നിത്യത വാഗ്ദാനം ചെയ്താൽ തന്നെയും, അതായത് നിത്യത വാഗ്ദാനം ചെയ്താൽ തന്നെയും അതൊരു ഒക്കൾട്ടായിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ വാട്ടർമാർക്ക് പോലെ കിടക്കുകയാണ് നിത്യത. പഴയ നിയമത്തിൽ നിത്യതയുടെ കിടപ്പ് വശം എന്ന് പറയുന്നത് ഒരു വാട്ടർമാർക്ക് പോലെയാണ്. എന്താണ്? കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അപ്പം ക്രിസ്തുവിൻ്റെ ഒരു വാട്ടർമാർക്ക് അവിടെ ഉണ്ട്. ആ വാഗ്ദാനമാണത്. കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുന്ന വാഗ്ദാനമാണ്. പിന്നെ ദൈവം സർപ്പത്തെ സാക്ഷി നിർത്തിക്കൊണ്ടൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അവിടെ മാതാവും വാട്ടർമാർക്കാണ് അവിടെ. എന്താണ്? നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ്റെ കുതികാലിന് നീ പരിക്കേൽപ്പിക്കുമെന്ന് പറയുന്ന രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്ന അത് വാഗ്ദാനമാണ്. അതിൽ നിത്യതയുണ്ട്. പക്ഷെ അത് വാട്ടർമാർക്കാണ്, സൈലൻ്റാണ് അതിനകത്ത്. അത് ആക്ടിവേറ്റ് ചെയ്യണത് ഈശോയാണ്. പക്ഷേ ഈശോ ആക്ടിവേറ്റ് ചെയ്യണത് എങ്ങനെയാണത്? ഈശോ വാഗ്ദാനമാക്കി അത് ശരിക്കും പുറത്തേക്ക് കൊണ്ടുവന്ന് വെളിച്ചത്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? എല്ലാം ഇങ്ങനെ ഒരു ഇരുളായ്മ കിടന്നിട്ട് ഈശോ നിത്യത വെളിച്ചത്ത് കൊണ്ടുവരും. ഈശോ വെളിച്ചത്ത് കൊണ്ടുവരണം എങ്ങനെയാണ്? പിതാക്കന്മാർ മരുഭൂമി വെച്ച് മഞ്ഞ ഭക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ഈശോ പറയും അതുപോലല്ല ഈ അപ്പമെന്ന് പറയും. മനസ്സിലായി? അവിടെ വെച്ചാണ് ഈശോ വെളിച്ചത്ത് കൊണ്ടുവരണത്. നിത്യത വാഗ്ദാനത്തിൻ്റെ ഭാഗമാക്കുന്നത് അവിടെ വെച്ചാണ്. അതിന് പുതിയ ഉടമ്പടി വന്നത്. അത് ഉടമ്പടിയാണ്. ഉടമ്പടി അല്ലാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. എന്താണ്? കാസ്റ്റ് ദ പോയിൻറ്റ്, നോട്ട് ദ പോയിൻറ്റ്. എന്താ പറയണത്? നിത്യതയാ ഈ പഴയ നിയമത്തിൽ വാട്ടർമാർക്ക് ജലരേഖ പോലെ കിടന്നിരുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ വെളിച്ചത്ത് കോൺക്രീറ്റായിട്ട് കൊണ്ടുവരുന്ന ഈശോയാണ്. അതിന് ഈശോ എന്താ ചെയ്തത്? 6:27-30 വധിച്ചോ യോഹന്നാൻ്റെ സുവിശേഷം 6:27-28-29. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 6:27. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ പറഞ്ഞേ. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. പ്രൈസ് ദി ലോർഡ്. ഇത് ചോദിക്കുമ്പോൾ ഇത്രയും പറയുമ്പോഴേ, അതായത് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ പറയുന്നില്ലേ? ഇത് പറയുമ്പോൾ ജനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈശോയുടെ സദസ്സ് വളരെ വിജ്ഞാന ഉള്ള സദസ്സാണ്, അല്ലാതെ വായി നോക്കിയുള്ള സദസ്സല്ല. കാര്യം എന്ന് വെച്ചാൽ അവരിവിടെ ചോദിക്കും വാട്ട് വി ഷുഡ് ഡു ടെസ്റ്റ് ദ വിൽ ഓഫ് ഗാഡ്. അവർ ചോദിക്കും ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് തോന്നുന്നത് ഈശോയുടെ ശ്രോതാക്കൾ വെച്ച് ഇടിവെട്ട് ശ്രോതാക്കളാണ് ഈ കുർബാനയുടെ ഡിസ്കോഴ്സ് നടത്തുമ്പോൾ കർത്താവിനെ അഭിമുഖീകരിക്കുന്നത് നല്ല ക്ലാസ് ഓഡിയൻസാണ്. അവർ ചോദിക്കണം, കണ്ടില്ലേ? അവിടെ ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ വെളുപ്പിനെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. കാര്യം വെച്ചാൽ അവർ ചോദിക്കുന്നത് എന്താണ്? നിത്യതയെന്ന് പറയുമ്പോൾ ഉടനെ പറയും ദൈവഹിതം എന്നാണ് അവർ പറയണത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിത്യത എന്ന് പറയുമ്പോൾ ആ ജനങ്ങൾ ഉടനെ തിരിച്ചറിയും, വിവേചിക്കും. അത് അവരുടെ ഡിസേൺമെൻറ്റ് ഭയങ്കരമാണ്. അവർ ചോദിക്കുന്നത് എന്താണ്? നിത്യതയാണെങ്കിൽ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതാണ് വിഷയം. അപ്പോഴെന്ത് ചെയ്യും? അവൻ അയച്ചവനിൽ വിശ്വസിക്കുക. അവൻ അയച്ചവനിൽ വിശ്വസിക്കാനാണ് അത് പിന്നീട് പറയണത്. ഈശോ പറഞ്ഞ മറുപടി അതാണ്.
പക്ഷെ അയച്ചവൻ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്? അത് അമ്മയാണ് പറയണത്. അവൻ പറയണത് പോലെ ചെയ്യാൻ. അതാണ് മരിയൻ ഉടമ്പടി. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യോഹന്നാൻ 6:28 വായിച്ചോളൂ. യോഹന്നാൻ 6:28. അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരു വിശ്വാസിക്ക് ദൈവത്തോട് ചോദിക്കണ ഇത്രയേ ഉള്ളൂ ചോദ്യങ്ങൾ. വാരിക്കെട്ട് ചോദ്യങ്ങളൊന്നുമില്ല. വെരി സിമ്പിൾ ക്വസ്റ്റ്യനേ ഉള്ളൂ. നീ ഒരു വിശ്വാസിയാണോ? നിനക്ക് നിൻ്റെ ദൈവത്തോട് ചിലപ്പോൾ 10,000 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകാം. അപ്പോൾ ദൈവം ഉത്തരം പറയുന്ന ഒരു ചോദ്യമേ ഉള്ളൂ. കാശ്മീർ ഒരു വിശ്വാസി എന്ന നിലയിൽ ഇക്കാലങ്ങളിലെല്ലാം പലതരത്തിലുള്ള 100,000 സംശയങ്ങളുമായിട്ടാണ് നീ ജീവിക്കണത്. നിനക്ക് ദൈവത്തെ കാണുമ്പോൾ ഈ 100,000 സംശയങ്ങളും ചോദിക്കണം തോന്നും. പക്ഷേ ദൈവം കേൾക്കണ ഒരു സംശയമേ ഉള്ളൂ. എന്താ സംശയം? നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആ 27 തൊട്ട് വചനം വായിച്ചു ഒന്നുകൂടി. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ, പറഞ്ഞോളൂ, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. ഒന്നിനു പറഞ്ഞ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. ഒന്നുകൂടി പറഞ്ഞേ, അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനത്തിലെ വെളിപ്പെടുത്തും പോലെ അങ്ങയുടെ നിത്യതയ്ക്ക് വേണ്ടി അങ്ങയോടൊപ്പമുള്ള നിത്യകാല ജീവിതം ആദിമസഭയെ പോലെ പൊന്നിനേക്കാളും പൊന്നുകട്ടയേക്കാളും വിലമതിക്കുന്ന ഒരു വിശ്വാസിയുടെ ആന്തരിക അഭിഷേക മനസ്സ് എനിക്ക് അവകാശമാക്കണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. അപ്പോൾ അവർ ചോദിച്ചു. 28 വായിച്ചോളൂ. ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതെന്ത് സംഭവം എന്നറിയാവോ? ഈശോ പറഞ്ഞു, അതായത് നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവേൻ എന്ന് പറഞ്ഞിട്ട് ഈശോ ഒരു വാക്ക് പറഞ്ഞു. എന്താണ്? പിതാവായ ദൈവം എന്നിൽ അംഗീകാര മുദ്ര ചാർത്തിയിരിക്കണമെന്ന്. മനസ്സിലായില്ലേ? നിത്യത എന്ന് പറയുമ്പോൾ ആ നിത്യത ആര് വഴി ലഭിക്കണം, ആരിലൂടെ ലഭിക്കണം? ഇപ്പം എല്ലാ സത്യം, എല്ലാ ദൈവത്തിങ്കിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞ് കുറേ അച്ഛന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് പ്രശ്നം. മറ്റുള്ളവരുടെ സഹിക്കാൻ നമുക്ക് കുഴപ്പമില്ല, അവർക്ക് അറിവില്ല എന്ന് പറയും. പക്ഷേ ഇത് എല്ലാ സത്യമാണ്, എല്ലാവരിലൂടെയും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ് കുറേ അച്ഛന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ലിബറലിസ്റ്റുകൾ തിയോളജിയിൽ. യവന്മാരുടെ കാര്യം പോക്ക. കാര്യം എന്താ കാര്യം? കാലത്തിനൊപ്പം ജനങ്ങളുടെ കൈയടിച്ച് വാങ്ങിക്കാൻ വേണ്ടി അവരെ കർത്താവിൻ്റെ വചനത്തിലും വെളിപാടിലും വെള്ളം ചേർത്തുകൊണ്ട് അവരെ അപ്ഡേഷൻ ഉണ്ടാക്കുകയാണ്.
എന്തിനാണ്? തങ്ങളുടെ ആത്മാവിനെ വിറ്റ് അപ്ഡേഷൻ ഉണ്ടാക്കുന്നവർക്ക് ഇത് ഒരു തിരിച്ചറിവായിരിക്കണം. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന വഴിതെറ്റി ജീവിക്കുന്ന മക്കളെ സ്പർശിക്കണമേ. ഓ ദിവ്യമായ സ്നേഹമേ, ഈശോ, ഓ ദിവ്യകാരുണ്യമേ, ഭാഷാപരത്തിന് ശ്രദ്ധിക്കട്ടെ, ഭാഷാപരത്തിന് ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഭാഷാവർ ലഭിക്കുന്നവര് ഭാഷാവർ ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. കർത്താവേ, എല്ലാ രോഗികളെയും അങ്ങ് കേൾപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന് വലത് കരം, നിന്റെ തിരുമുറിവാർന്ന് വലത് കരം കർത്താവേ ഓരോ രോഗികളുടെ ശരീരത്തിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സന്ധിബന്ധങ്ങളിലെ കർത്താവിന്റെ രക്തം നിറയട്ടെ, നിങ്ങളുടെ മാംസപേശികളിൽ കർത്താവിന്റെ രക്തം നിറയട്ടെ, രക്തഞരമ്പുകളിൽ കർത്താവിന്റെ രക്തം നിറയട്ടെ. മാരക രോഗങ്ങള്, വിരാവേദികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മാരക രോഗികള്, വിരാവേദികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഇപ്പോഴും വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന സന്ദേശം എന്താണ്? അതായത് നിത്യത എന്ന് പറയുന്ന എല്ലാ വാഗ്ദാനങ്ങളുടെയും ക്വീൻ ഓഫ് ഓൾ പ്രോമിസ്, എല്ലാ വാഗ്ദാനങ്ങളുടെയും രാജകീയ വാഗ്ദാനം എന്താണ്? നിത്യതയാണ്. അത് ഈശോയാണ് വാഗ്ദാനങ്ങളുടെ കൂടെ കൂട്ടിച്ചേർത്തത്. ദാറ്റ്സ് അവർ പോയിന്റ്, ഇല്ലേ? എല്ലാ വാഗ്ദാനങ്ങളുടെയും രാജാവ്, രാജ്ഞി എന്ന് പറയുന്നത് എന്താണ്? നിത്യതയാണ്. അതില്ലായിരുന്നു. അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളായിരുന്നു. മോസസിൻ്റെ കാലം മുതലുള്ള എല്ലാ, എബ്രാഹത്തിൻ്റെ കാലം, നോക്കിൻ്റെ കാലം, ആദത്തിൻ്റെ കാലം, എല്ലാ കാലത്തും ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. എല്ലാ കാലത്തും ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഉടമ്പടി പാലിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും ദൈവം അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒടുവിൽ ഈശോയിലേക്ക് എത്തുമ്പോഴേ ഈശോ, വാട്ട് വാസ് ദ എക്സാക്ട് റോൾ ഓഫ് ജീസസ്? എന്തായിരുന്നു എക്സാക്ട് റോൾ ഈശോൻ്റെ? ഈ വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ മകുടം ചാർത്തുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് നിത്യത. പിതാക്കന്മാരെ മരുഭവിച്ച് മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്നു നിത്യം ജീവിക്കും എന്ന് പറഞ്ഞ്, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാം. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാം. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരം തന്നെയാണ്. എന്റെ ശരീരം തന്നെയാണ്. എന്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്. പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കാം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ. നീ വരൂ ദൈവം കാരുണ്യമേ, നീ വരൂ ദൈവം കാരുണ്യമേ.
ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യകാരുണ്യമേ, ജീവിതം ദിവ്യകാരുണ്യം, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യകാരുണ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമേശയിലെ തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. Praise the Lord. അതായത് കവിളിലെ ഇങ്ങനെ ക്യാൻസർ പോലെ ഒരു കറുത്ത വട്ടച്ചൊറി ഇങ്ങനെ ആണി പോലെ ഇരിക്കണത്, ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ കുറച്ചുകൂടി ലൈവായിട്ട് ഓൺലൈനിലുള്ളവരും നിങ്ങൾ തീർത്ഥാടന സഭയിലിരിക്കുന്നവരൊക്കെ കുറച്ചുകൂടി തിരിച്ചറിവോടുകൂടി ഇരിക്കണം. എന്ത് സംഭവിക്കാവുന്ന ആരാധനയാണ്. നിങ്ങൾ വന്നതുപോലെ പോകത്തില്ല, ഉറപ്പായിട്ടും. കർത്താവ് നിങ്ങളെ കണ്ണീരോടെ തിരിച്ചു വിടത്തില്ല. എന്താ കർത്താവിൻ്റെ വചനം? അവർ കണ്ണീരിലൂടെയാണ് വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞു നയിക്കും. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ കരുണയോടെ നോക്കുന്ന അവിടുത്തെ വലിയ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ സന്ധിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. തിരുവത്താഴമേശയിലെ തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. തിരിച്ചറിവോടെ പാടുക. ഓ ദിവ്യമാ സ്നേഹം, ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ഓ ദിവ്യകാരുണ്യമേ. മക്കൾ രോഗമുള്ള ഇടത്തെല്ലാം കൈവെക്കുക. ഈശോ സുഖപ്പെടുത്തട്ടെ. മക്കൾ രോഗമുള്ള ഇടത്തില്ല. ഓൺലൈനിൽ എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നടുവേദനയാണെങ്കിൽ നടുവിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് കിഡ്നിയുടെ അസുഖമാണെങ്കിൽ ഇപ്പോൾ കിഡ്നിയുടെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾക്ക് PCOD ആണ് അസുഖമെങ്കിൽ നിങ്ങളുടെ പൊക്കിളിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾക്ക് നെഞ്ചുവേദനയോ ശ്വാസം മുട്ടലോ ആണെങ്കിൽ പതിരയിൽ ശ്വാസകോശത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ഹൃദയരോഗികളും കരൾ രോഗികളും ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. എൻ്റെ മക്കൾ സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. യേശുവേ, 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 യേശുവേ. കർത്താവേ, നിന്റെ രക്തം കർത്താവേ, നിന്റെ രക്തം കർത്താവേ, അങ്ങയുടെ മക്കളുടെ രക്തത്തിൽ കർത്താവേ കലർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ രക്തം കർത്താവേ, ഈശോ അങ്ങയുടെ രക്തം കർത്താവേ, അങ്ങയുടെ രക്തം മക്കളുടെ രക്തത്തിൽ കലർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ 36 കൊല്ലം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസമത്താറയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷഗണത്തിന്റെ സാക്ഷിയാകാൻ യേശുവിന്റെ നാമത്തിൽ മാർഗരോഗങ്ങള്, യേശുവിന്റെ നാമത്തിൽ തീരാവേദികള് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മളോട് പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്?
8852 വാഗ്ദാനങ്ങൾ, 8552 വാഗ്ദാനങ്ങളാണ് ദൈവം നൽകിയിരിക്കുന്നത് മനുഷ്യരാശിക്ക്. അതിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള പ്രോമിസ്, ദ ക്വീൻ ഓഫ് പ്രോമിസസ്, എല്ലാ വാഗ്ദാനങ്ങളും രാജകീയമായ വാഗ്ദാനം മനുഷ്യരാശിക്ക് നൽകിയത് ഈശോയാണ്. ഈശോ എന്താ പറഞ്ഞത്? ഈശോ നൽകിയ വാഗ്ദാനം എന്താണ്? നിത്യത, നിത്യജീവൻ. അതാണ് വാഗ്ദാനം കൂട്ടിച്ചേർത്തത്. അതിനാണ് അവൻ പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്. കൈയിടിച്ച് കർത്താൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. എൻ്റെ മക്കളെ, അപ്പോഴ് ഒന്ന് ചിന്തിച്ച് നോക്കി. ഈശോയുടെ സദസ്സിനെ പോലെ നിങ്ങളും പ്രബുദ്ധ സദസ്സാണെന്ന് ഞാൻ കരുതുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അതായത് ഈശോ നമ്മൾ സ്ഥാപിച്ചത് എന്താണ്? ഉടമ്പടിയാണ്. ഉടമ്പടി അല്ലാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. ഉടമ്പടി അല്ലാതെ ദൈവം ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യത്തില്ലെന്ന് മാത്രമല്ല, ചെയ്തിട്ടില്ല. ഉടമ്പടിയിൽ എന്താ സംഭവം? നിന്നെ ദൈവം സീരിയസ് ആയിട്ട് കണക്കാക്കുന്നു. അല്ലാതെ പൊട്ടക്കടൻ്റെ മാവിട്ട് എറിയണ പോലെ നിൻ്റെ പ്രാർത്ഥന കേൾക്കണ്ട എന്നല്ല. ഇറ്റ് മസ്റ്റ് ബി ഹേർഡ്. അത് കേട്ടേ മതിയാവൂ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നിന്റെ ദൈവം. കൈയിടിച്ച് കർത്താവ് ഈശോ തന്നത് നിങ്ങൾക്കറിയാമല്ലോ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ജീവിക്കുന്ന കർത്താവിൻ്റെ നടുക്കുന്നതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ സൂചിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒരു വാക്കും പറയത്തില്ല. കർത്താവ് എന്ത് കാണിക്കണതേ പറയത്തുള്ളൂ. ഇപ്പോൾ കർത്താവ് എന്താ കാണിച്ചതെന്നറിയാവോ? ഒരു ഹൃദയമാണ് കാണിച്ചത്. ചുമ്മാ ചുവന്ന് വരുന്ന ഹൃദയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഹൃദയത്തിന് എന്തോ തകരാറുള്ള ഹൃദയരോഗിയാണ്. ഹൃദയരോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ഓൺലൈനായാലും നിങ്ങളായാലും ഹൃദയത്തെ വേദനയുള്ളവർ സ്തുതിച്ച്, ഹൃദയത്തിൽ ബ്ലോക്കുള്ളവരെ, വാൽവി ശോഷിച്ചു പോയവരൊക്കെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. കൈ നെഞ്ചത്ത് വെച്ച് സ്തുതിക്കട്ടെ. ബ്ലോക്കുള്ളവർ സ്തുതിക്കട്ടെ. വാൽവി ശോഷിച്ചു പോയവർ സ്തുതിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഹൃദയത്തിൽ രോഗമുള്ള ദൂരമുള്ള കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയത്തിൽ രോഗമുള്ള കുഞ്ഞുങ്ങൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. I command you the name of Jesus Christ to be healed. I command you the name of Jesus Christ to be healed. Jesus സദയം തൊടേ സുഖമായിടം എന്നെയുള്ളം അരികിൽ വരേണേ. സദയം തൊടേ സുഖമായിടം എന്നെയുള്ളം. പ്രിയമുള്ളവരെ, ഇതിൻ്റെ കൂടെ ഈശോ തന്ന സന്ദേശമായിരുന്നു നമ്മുടെ നാഭിയില്ലേ, എന്താ ഇവിടെ ഇരിക്കണ കഴുത്തല്ലേ, കഴുത്തിൻ്റെ ഉള്ളിലുള്ള അന്നനാളം, അതുപോലെ തൊണ്ട, അത് തൈറോയിഡ് ആയാലും ടോൺസിറ്റ് ആയാലും തൊണ്ടയിലെ ക്യാൻസർ ആയാലും ഈ ആരാധനയെ കർത്താവ് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. സദയം തൊടേ സുഖമായി എന്നെയുള്ളം അരികിൽ വരേണേ. സദയം തൊടേ സുഖമായി എന്നെയുള്ളം. പ്രിയമുള്ളവരെ, വലതുവശത്തെ വൃഷ്ണം വർക്ക് ചെയ്യുന്നില്ല, അതിനകത്ത് ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. പക്ഷേ പിന്നെ ഉള്ളത് ഇടതുവശത്തെ വൃഷ്ണമാണ്. ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടും, പക്ഷേ ബേൺ ഔട്ടായി പോകും, കത്തിപ്പോവും, എന്നുവെച്ചാൽ വറ്റിപ്പോവും. അതാണ് പ്രശ്നം. ഈ വ്യക്തിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രുതിക്കട്ടെ. ജനേന്ദ്രിയങ്ങളെ കാണിക്കുമ്പോൾ മക്കളില്ലാത്ത എല്ലാവരെയും കണ്ണീര് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജനേന്ദ്രിയത്തിൻ്റെ സൗഖ്യങ്ങളെക്കുറിച്ച് കർത്താവ് നീ പറയുമ്പോഴേ
മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് പുരുഷനായാലും സ്ത്രീക്കായാലും കർത്താവെ, അണ്ടോത്പാദനം നടക്കാത്തവരെ കർത്താവ്, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരെ കർത്താവെ, PCOD ഉള്ളവരെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അത് കർത്താവെ, അണ്ട ഉത്പാദനം നടക്കാത്തവരെ, മക്കളില്ലാത്തവരെ, ജനേന്ദ്രിയങ്ങൾക്ക് തകരാറുള്ളവരെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈ നിമിഷങ്ങളെല്ലാം തിരിച്ചറിയണം. വലിയ അഭിഷേകത്തിൻ്റെ സമയമാണ്. ആർക്കും എന്ത് സംഭവിക്കാവുന്ന സമയമാണ്. എപ്പോഴും സംസാരിക്കും കർത്താവ് ഒരു നോട്ട് നമുക്ക് തരണം. ഇപ്പം എന്താ കണ്ടത്? ഒരു പൊട്ടിപ്പോയ വലത് വൃഷ്ണം, അതിൽ നിന്ന് ബീജങ്ങൾ കത്തി പോകുന്നതാണ് മെസ്സേജ്. പക്ഷേ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്? ഈ കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാവരും അടിവയറ്റി വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അപ്പോഴേ ഇങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ, ഇപ്പോൾ കരളിൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ മെസ്സേജ് വരുമ്പോൾ, എൻ്റെ മക്കൾ അപ്പോഴൊക്കെ അത് ആ കൃപയുടെ ഒരു സമയമാണത്. അപ്പോൾ ആ സമയത്തിൽ അനേക സൗഖ്യങ്ങൾ നടക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ എല്ലാം നെഞ്ചത്ത് കഴിച്ച് വിശ്വാസപ്രമാണം അറിയാവുന്നവർ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ലാത്തവർ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറഞ്ഞ് ദൈവം അവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒന്ന് പറഞ്ഞ്, യേശു കർത്താവാണെന്ന് ഞാൻ അതരം കൊണ്ട് ഏറ്റു പറയുന്നു. യേശു കർത്താവാണെന്ന് ഞാൻ അതരം കൊണ്ട് ഏറ്റു പറയുന്നു. ദൈവം അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചുവെന്ന് എൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. യേശു കർത്താവാണത് 50 പോയിൻ്റാണ്. ഹൃദയത്തിൽ വിശ്വസിക്കണം 50 പോയിൻ്റ്. 2 കുടുംബങ്ങളാണ് 100 പോയിൻ്റ്. ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ യോഹന്നാന് സംഭവിച്ച പോലെ ഇരിക്കും. താക്കോലും കൊണ്ട് വല്ലവരും പോവും. ഇത് രക്ഷ പ്രാപിക്കുന്നതിന് 2 പ്രഖ്യാപനങ്ങളുണ്ട്. ഒന്നെന്താണ്? യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കണം. ഇതിന് ഉള്ള പ്രശ്നം, യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് അതിന് ഗ്രാവിറ്റി ഉണ്ട്. നീ വിശ്വാസത്തിൽ നിനക്ക് മച്യൂരിറ്റി പ്രാപിക്കും തോറും നിൻ്റെ പ്രൊക്ലമേഷന് മച്യൂരിറ്റി ഉണ്ടാവും. കാശ്മി, അതായത് വിശ്വാസത്തിൽ ഇപ്പോൾ യേശു കർത്താവാണെന്ന് നീ 9ാം ക്ലാസ്സിൽ വെച്ച് പറഞ്ഞു, യേശു കർത്താവാണെന്ന് നീ 50ാം വയസ്സ് വെച്ച് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. ഇതിനെ എന്താ കാര്യം? നിൻ്റെ അറിവാണ് എൻ്റെ വ്യത്യാസം. യേശു കർത്താവാണ്, ക്യാൻസർ അല്ല കർത്താവ്, ജപ്തി നടപടി അല്ല കർത്താവ്, ബാങ്ക് മാനേജർ അല്ല കർത്താവ്, എന്നോട് പറഞ്ഞ ഡോക്ടറല്ല കർത്താവ്. അതല്ലേ ചേച്ചി പറയണത്. ചേച്ചി പറയണിരിക്കണേ. ആദ്യം പറഞ്ഞ ആളാരാണ്? അഞ്ജന ഡേവിഡിൻ്റെ സാക്ഷ്യം എന്താണ്? അഞ്ജന ഡേവിഡ് പറയണത്, ഡോക്ടർ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്, ഇനി ഇങ്ങനെ ഒരു ചർച്ച ഞങ്ങളുമായിട്ട് ചെയ്യരുത്. കാര്യം എന്താണ്? ഞങ്ങൾ ഈ ഫയല് കർത്താവിൻ്റെ മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞു. അത് ഭയങ്കരമായിട്ടുള്ള പ്രൊക്ലമേഷൻ അല്ലേ? അവരോട് നേരിട്ട് പറയണേ. അപ്പോൾ ഡോക്ടർ പറയും, നിങ്ങളെപ്പോലെ ക്രിസ്ത്യൻസിനെ പോലെ വിശ്വസിക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയും. അതാണ് ഡോക്ടറിൻ്റെ മറുപടി. എന്താ പ്രശ്നം വെച്ചാൽ, ഇനി ഇത് ഞങ്ങളോട് പറയരുതെന്നാണ് അവർ പറയുന്നത്. എൻ്റെ കൊച്ചിന് വൈകല്യമുള്ള കൊച്ചാണ് വൈദ്യുതി കിടക്കണം എന്നുള്ളത്. ഡോക്ടർ ഈ ഡിസ്കഷൻ, ഈ സബ്ജക്റ്റ് പിടിച്ച് നമ്മൾ ക്ലോസ് ചെയ്യാൻ. കാര്യം എന്താണ്? ഈ ഫയല് അങ്ങനെ തന്നെ കർത്താവിൻ്റെ മേശപ്പുറത്തേക്ക് ഞങ്ങൾ വെക്കുകയാണ്. എന്നിട്ട് ഇവള് പറഞ്ഞിട്ട് അവിടെ എന്താ ചെയ്തിരിക്കണം? അവിടെ വിശ്വാസം ഏറ്റു പറഞ്ഞിട്ട് അതെന്താ ചെയ്തിരിക്കണത്? റോമാ 4:20 വർക്ക് ചെയ്തിരിക്കണം അവിടെ. അച്ഛൻ നേരത്തെ പറഞ്ഞാണ്. എന്താണ് പറഞ്ഞത്? ദൈവത്തെ അവൾ മഹത്വപ്പെടുത്തി. പിന്നെന്താണ്? വിശ്വാസത്തിൽ അവരുകൊണ്ട് ശക്തി പ്രാപിച്ചു. ശക്തി പ്രാപിച്ചെങ്കിലും ഇവിടെ പുറത്ത് പറയുമ്പോൾ ഞാനൊരു അമ്മയല്ലേ എന്ന രീതിയിൽ ആൾക്കാരൊക്കെ നമ്മളെ ഇങ്ങനെ തിക്കിമുട്ടിക്കുമല്ല. കാര്യം നേഴ്സുമാരും ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും എന്തിനാണ് ഈ കുരിശ് ചുമക്കണത്? ഇതെങ്ങാനും അംഗവൈകല്യമായിട്ട് ജനിക്കണമെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇതിനും ചുമന്നുകൊണ്ട് നടക്കണ്ടേ? നീ ചത്താ കഴിഞ്ഞാൽ പിന്നെ ഈ കൊച്ചിനെ, ഈ അംഗവൈകല്യമുള്ള കൊച്ചു എങ്ങനെ ജീവിക്കും ഇവിടെ? ഇങ്ങനെ ചോദിച്ച് ഇവരെ അധൈര്യപ്പെടുത്തിക്കളയും. വിശ്വാസത്തിനെതിരെ വരാൻ സാധ്യതയുള്ളത് നാട്ടുകാർ വെച്ച് അധൈര്യപ്പെടുത്തുന്നതാണ്. ഈ അധൈര്യപ്പെടുത്തുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വിശ്വാസിയുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ് നാട്ടുകാരിലും വീട്ടുകാരിൽ നിന്നും കിട്ടുന്ന, കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന അധൈര്യപ്പെടുത്തുമ്പോൾ എന്താ പറ്റണത്? അതായത് നീ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഉടമ്പടി ചെയ്യുന്നൊരു വിശ്വാസപരമായിട്ടൊരു ആചാരം ചെയ്യണ പോലെ അല്ല. അതിൻ്റെ കൂടെ അതിൻ്റെ അകക്കാമ്പ് എന്താണെന്ന് നോക്കണം. വി ആർ ആക്ച്വലി റിസീവിങ് ജീസസ്. എന്താണ് ഈ ഉടമ്പടിയെക്കുറിച്ച് ആദ്യം ഭയങ്കരമായിട്ടുള്ള ഒബ്ജക്ഷൻസ്, ഇത് അറിയാൻ പാടില്ലാത്തപ്പോൾ അച്ഛന്മാർ തിയോളജിയൻസ് ഉന്നയിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ പിതാവ്, ആലപ്പുഴ പിതാവ് ജെയിംസ് ആനാവറം പിതാവ് തന്നെ പിതാക്കന്മാർ ചോദിച്ചവരോട് പറഞ്ഞു, എന്താണ്? ഇറ്റ്സ് എ ക്രിസ്റ്റോളജിക്കൽ പ്രെയർ. ഞാൻ പോലും ചിന്തിക്കാത്തതാണ് എൻ്റെ പിതാവ് പറഞ്ഞു കൊടുത്തവർക്ക്. എന്താണ്? ഇറ്റ്സ് എ ക്രിസ്റ്റോളിക്കൽ പ്രെയർ.
ഇതൊരു ക്രിസ്തു കേന്ദ്രീകൃത പ്രാർത്ഥനയാണ്. എന്താ കാര്യം? ഇതൊരു മരിയം പ്രെയർ അല്ല, ഇത് ക്രിസ്തു സെൻട്രിക് പ്രെയറാണിത്. എന്താണ്? അതാണ് ചക്കരക്കൽ പിതാവ് പറഞ്ഞത്. ചക്കര പിതാവ് കുറച്ചുകൂടി കൂട്ടി പറഞ്ഞു, ഇത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമുള്ള പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. എന്താ കാര്യം? അവൻ പറയണത് പോലെ നമ്മൾ ചെയ്യേണ്ട. അവനാരാണ്? ഈശോ. അതായത് ഒരു ജീവിതം നമ്മൾ വഴിമുട്ടി കഴിയുമ്പോഴേ നമ്മൾ അതിനെ കൗൺട്രാക്ട് ചെയ്യാൻ മാതാവിൻ്റെ വിജ്ഞാനത്തിൽ വന്ന ദൈവിക വെളിപാടാണത്. മാതാവ് പരിശുദ്ധ അമ്മ ആരാണ്? സീറ്റ് ഓഫ് വിസ്ഡമാണ്. അവർ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അമ്മയുടെ കൃപ, അവർ ഫുൾ ഓഫ് ഗ്രേസാണ്, കൃപ നിറഞ്ഞവരാണ്. അതുകൊണ്ട് പെട്ടെന്ന് അവർ എങ്ങനെയാണ് കൗൺട്രാക്ട് ചെയ്യണം ദൈവിക നടപടി ദൈവത്തിന് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്ക് മാതാവിനും തമ്മിലുള്ള കുഴപ്പം, ഈ ഗ്യാപ്പ് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ദൈവം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷേ ചില ആൾക്കാർക്ക് മനസ്സിലാകണില്ല. കാര്യം എന്താണ്? ITI പഠിക്കുന്ന ആൾക്കാർ പോയി IASൻ്റെ ക്ലാസ്സിൽ പോയിരുന്ന വല്ല രക്ഷയുണ്ട്. അതാണ് പ്രശ്നം. എല്ലാവരോടും പറയണ ഒരു സബ്ജക്റ്റാണേ. ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാകും, ചിലർക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ എവിടെയാണ് പ്രശ്നം? ബോൾ നമ്മുടെ കയ്യിലായിരിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്നതോറും ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം അധ്വാനിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള അധ്വാനമാണ് ബൈബിളിലെ ഏറ്റവും വലിയ അധ്വാനം. അതല്ലേ ജനങ്ങൾ ചോദിക്കണത്. നമ്മൾ അത് വായിച്ചോളൂ. യോഹന്നാൻ 6:28 തൊട്ട് വായിച്ചേ. യോഹന്നാൻ 6:28 വായിച്ചോളൂ. അതായത് അപ്പോൾ അവർ ചോദിച്ചു, ആര്? യേശുവിന്റെ ശ്രോതാക്കൾ. അപ്പോൾ അവർ ചോദിച്ചു, എന്താ ചോദിച്ചത്? ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ. നിങ്ങൾ പറഞ്ഞേ, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചത്. എന്ത് ചെയ്യണം, എന്ത് ചൊല്ലണമെന്നല്ല പ്രശ്നം. അവിടെ പ്രോബ്ലം അതാണ് വന്നിരിക്കുന്നത്. പ്രാർത്ഥനാ ജീവിതത്തിൽ വന്നിരിക്കുന്ന പെട്ടെന്നൊരു വിപ്ലവമാണ് ഉടമ്പടി ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി എന്ത് ചൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ പ്രാർത്ഥന ചൊല്ലി ഏതാണ്ട് 10 കിലോ പ്രാർത്ഥനാ പുസ്തകം വെച്ച് എല്ലാ വീട്ടിലും ഉണ്ട് ഇപ്പോഴും, ഇല്ലേ? എല്ലാ വീട്ടിലും ഒരു 10 കിലോ പ്രാർത്ഥനാ പുസ്തകം കാണത്തില്ലേ? 5 കിലോ ഒക്കെ കാണും. പക്ഷേ എൻ്റെ ചോദ്യം എന്താണ്? ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചൊല്ലണമെന്നല്ല ചോദ്യം. എന്താണ്? ഞങ്ങളെന്ത് ചെയ്യണം? ഉടമ്പടി അവരുടെ മറുപടി പറയണത്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത വാക്യം വായിച്ചേ. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അവനിൽ അയച്ചവനിൽ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു ഐഡിയലിറ്റിക് ആയിട്ടുള്ള ഒരു മാനസികമായ ഒരു വ്യാപാരമല്ല വിശ്വാസം. വിശ്വാസം എക്സിക്യൂട്ട് ചെയ്യണം. നീ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വിശ്വസിക്കാൻ ആർക്കും പറ്റുമല്ലോ. വിശ്വാസം എപ്പോഴും ജസ്റ്റിഫൈഡ് ആകണത് എപ്പോഴാണ്? ബൈ വർക്കാണ്. യാക്കോബിന്റെ ലേഖനം 2:15-17 വായിച്ചേ. പറഞ്ഞോളൂ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം. ഏറ്റു പറഞ്ഞാൽ നിങ്ങളെ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അപ്പൊ കേവല വിശ്വാസത്തിന്റെ കുഴപ്പം എന്താണ്? അത് ചാപിള്ളേ. അതാണ് വർക്ക് ചെയ്തത്. ചുമ്മാ കേവല വിശ്വാസമില്ലേ, അത് ചാപിള്ളേ. പിന്നെ എന്താണ്? അതുകൊണ്ടാണ് യാക്കോബ് 2:17 പറയണത്. എന്താ പറയണത്? ഒന്ന് പറഞ്ഞേ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. അപ്പോഴേ വിശ്വാസത്തെ സജീവമാക്കാൻ എന്ത് ചെയ്യണം? അതാണ് വിഷയം. വിശ്വാസത്തെ സജീവമാക്കാൻ എന്ത് ചെയ്യണം? അവിടെയാണ് മരിയൻ മാർഗമുള്ളത്. എന്താണ്? അവൻ പറയണത് പോലെ പ്രവർത്തിക്കണം, ചെയ്യണം. വിശ്വാസത്തെ സജീവമാക്കാൻ എന്താ ചെയ്യേണ്ടത്? അവൻ പറയണത് പോലെ. ഈ നമ്മളുടെ അഞ്ജന ഡേവിഡിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്. ആ കൂട്ടത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. കാര്യം എല്ലാം നമ്മൾ ചൊല്ലുകയാണ് പ്രാർത്ഥനകളിൽ. അവരുടെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം കേട്ടോ. അവർ നല്ല തെളിമയുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സാക്ഷ്യമാണ്. എന്താ സാക്ഷ്യം? അവർ പറയണത് ഉടമ്പടി കുറേ ഹാർഡ് വർക്ക് ഉണ്ടെന്ന് പറയും. അവർ പറയണതാണ് ഉടമ്പടിയിൽ കുറേ ഹാർഡ് വർക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ വിശ്വാസം ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി, ഇപ്പം കുഞ്ഞിൻ്റെ കാര്യമല്ലേ പറയണത്, ഞാൻ ദൈവത്തിന് എൻ്റെ കൂടെ റിസ്ക് ഷെയർ ചെയ്യേ. എൻ്റെ വിശ്വാസത്തിലാണ് ഞാൻ ഈ റിസ്ക് ഷെയർ ചെയ്യണത്. വൈദ്യശാസ്ത്രം എന്നെ കൈവിട്ടിരിക്കുകയാണ്. നീ പ്രസവിക്കാതിരിക്കുക, എന്തെങ്കിലും ചെയ്യുക, നിൻ്റെ കാര്യം എന്ന രീതിയിലായിപ്പോയി സാരം. അപ്പോൾ അതുകൊണ്ട് അത് സൃഷ്ടാവായ ദൈവത്തിൽ ഇവർ വിശ്വസിച്ചുകൊണ്ട് അവളെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിൽ അവളെന്ത് പറയണമെന്ന് വെച്ചാൽ ഈ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയല്ല. ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആണെങ്കിലും ഇങ്ങനെ കുഞ്ഞ് വളർന്നതിൻ്റെ വയറ്റിൽ തൂങ്ങുന്നുണ്ടെങ്കിലും ഞാൻ നിന്നുകൊണ്ട് ജപമാല ചൊല്ലും. ഞാൻ മുട്ടിയെ നിന്നുകൊണ്ട് ജപമാല ചൊല്ലും. പലപ്പോഴും വയറിൻ്റെ ഭാരം കൊണ്ട് എൻ്റെ മുട്ട അകന്നു പോകും. ആ സാക്ഷിയൊക്കെ ഭയങ്കര ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഗർഭിണികൾക്കല്ലേ അറിയാൻ പറ്റത്തില്ല എൻ്റെ അവസ്ഥ.
അവർ 8-ാം മാസമൊക്കെ പ്രാർത്ഥിക്കണം. വെളുപ്പിനെ എഴുന്നേറ്റ് പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലിക്കണേ, കൊന്ത ചെല്ലിയിട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിക്കണം. അവർ പറയണേ എൻ്റെ വയറിൻ്റെ ഭാരം കൊണ്ട് എൻ്റെ മുട്ട് അകന്നു പോകും, എന്നാലും ഞാൻ അടുപ്പിച്ച് വെച്ച് വീണ്ടും പ്രാർത്ഥിക്കുമെന്ന്. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. വലിയ കൃപ